Good morning. Okay, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എടുത്തതൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ? കറക്റ്റ് ആയിട്ട് നിങ്ങൾ ക്ലാസ് കഴിയുമ്പോൾ അത് വായിച്ചു പോകുന്നില്ലേ അത്? ഓക്കെ, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇമ്പോർട്ടൻസ് ഓഫ് റിക്രൂട്ട്മെന്റ് അതല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒന്നാമത്തെ പോയിന്റ് എന്താണ് റിക്രൂട്ട്മെന്റിന്റെ പ്രാധാന്യം? എന്താണ്? ഡിറ്റർമിൻസ് ദ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ റിക്വയർമെന്റ്സ്. നമ്മൾ പ്രസന്റ് നിലവിലുള്ളതും ഭാവിയിലേക്കുമുള്ള ആവശ്യകതകൾ നിർണ്ണയിക്കുന്നു. Then create and increase the application pool. Application pool increase ചെയ്യുന്നു, അത് സൃഷ്ടിക്കുന്നു. Then അടുത്തത് increase the success rate of selection. ഒരു സെലക്ഷന്റെ സക്സസ് റേറ്റ് അല്ലെ, ഉയർന്ന ഒരു വിജയത്തിന് റിക്രൂട്ട്മെന്റ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അടുത്തത് മീൻസ് ദ ഓർഗനൈസേഷൻസ് ഒബ്ലിഗേഷൻസ്. ഓർഗനൈസേഷന്റെ കടമകള്, ബാധ്യതകള് ഇതൊക്കെ നിർവഹിക്കുന്നു പാലിക്കുന്നതിന്. നാലാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞില്ല അല്ലെ. 3 പോയിന്റ്സ് അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി 4ാമത്തെ പോയിന്റ് കൂടിയാണ് നമുക്ക് നോക്കേണ്ടത് അല്ലെ. അടുത്തത് റിക്രൂട്ട്മെന്റിന്റെ ഒരു ഇമ്പോർട്ടൻസ്, പ്രാധാന്യം എന്ന് പറഞ്ഞാൽ മീൻസ് ദ ഓർഗനൈസേഷൻ ഒബ്ലിഗേഷൻസ്. ഓർഗനൈസേഷന്റെ ആ ഒരു സ്ഥാപനത്തിന്റെ കടമകള് നിറവേറ്റാൻ റിക്രൂട്ട്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. Meet the organization's obligation. The objective of recruitment is to meet the organization legal and social obligation concerning the demographic composition of the workers. ഡെമോഗ്രാഫിക് കോമ്പോസിഷൻ, ആ ജനസംഖ്യാ ഘടനയുമായി ബന്ധപ്പെട്ട ആ ഒരു ഓർഗനൈസേഷന്റെ നിയമപരവും സാമൂഹ്യപരമായിട്ടുള്ള കടമകള് അത് പാലിക്കുക. അതാണ് റിക്രൂട്ട്മെന്റിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. എന്താണ് പറഞ്ഞേക്കുന്നത്? The objective of recruitment is to meet the organization legal and social obligations. നിയമപരമായിട്ടുള്ള സാമൂഹികപരമായിട്ടുള്ള കടമകൾ പാലിക്കുക. അതാണ് റിക്രൂട്ട്മെന്റിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. എന്തുമായിട്ട് ബന്ധപ്പെട്ട്? Concerning the demographic composition of the workers. An organization complies with the various laws and directives has frequently been judged by the demographic features of those recruited and selected. അതായത് നമ്മളൊരു ഓർഗനൈസേഷന്റെ അവിടുത്തെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പലപ്പോഴും പാലിക്കുന്നുണ്ടോ, കംപ്ലൈൻസ് എന്ന് പറഞ്ഞാൽ പാലിക്കുന്നുണ്ടോ എന്ന് പലപ്പോഴും വിലയിരുത്തപ്പെടുന്നത് ഏതിലൂടെയാ? റിക്രൂട്ട് ചെയ്യപ്പെടുകയും സെലക്ട് ചെയ്യപ്പെടുന്നവരുടെയും ജനസംഖ്യ സവിശേഷതകള് അല്ലെങ്കിൽ ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ് അതിനെ ബേസ് ചെയ്തിട്ടാണ്, അതിനെ അടിസ്ഥാനപരമാക്കിയാണ്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞേക്കുന്നത്, ഇപ്പൊ നമ്മളൊരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നമ്മൾ നടത്തുമ്പോൾ അവിടെ എത്രയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതില്ലേ, അതിന് സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ആ മൊത്തം ആപ്ലിക്കൻസ് പൂളിന് പ്രൊപ്പോർഷണൽ ആയിരിക്കണം എന്നാ പറഞ്ഞേക്കുന്നത്. The demographic features of selected candidates are directly proportional to the feature of the applicants pool. എന്താ പറഞ്ഞേക്കുന്നത്? അതായത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഇല്ലേ, അവരുടെ നമ്പറും അതുപോലെ ഏത് ആപ്ലിക്കൻസ് പൂൾ, ആപ്ലിക്കൻസിന്റെ മൊത്തം ആപ്ലിക്കൻസിന്റെ നമ്പറും അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കണം. എന്താ നമ്മൾ പറഞ്ഞത്? നമ്മളിപ്പോ സെലക്ട് ചെയ്യണമെങ്കിൽ ഇപ്പൊ ഒരു 5 വേക്കൻസി ഉള്ളൂ, അതില് 6 ആപ്ലിക്കൻസ് പൂൾ 6 പേരുള്ളെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ഒരു എന്താ പറയാ സെലക്ഷൻ ആവില്ല അല്ലെ. അവര് 6 പേരെയും 5 പേരെ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ 5 പേരെ നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ ആപ്ലിക്കൻസ് പൂൾ അതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കണം. മനസ്സിലായോ? എന്നാലാണ് അതിനനുസരിച്ച് നമ്മൾ ആപ്റ്റായ ഏറ്റവും നോളജുള്ള സ്കില്ലുള്ള ഏറ്റവും ആ ജോബ് പൊസിഷനിൽ ആപ്റ്റ് ആയിട്ടുള്ളവരെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അണ്ടർലൈൻ ചെയ്തോട്ടെ അത്. ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കണം. എന്താ? ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ് ഓഫ് സെലക്ടഡ് കാൻഡിഡേറ്റ്സ് ഏതുമായിട്ട്? ആപ്ലിക്കൻസിന്റെ പൂള്, ആപ്ലിക്കൻസിന്റെ ഗ്രൂപ്പ് അതുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കണം. If the recruitment program fail to provide the crave pool of applicants,
അപ്പൊ നമ്മൾ പറയാണ് ഇവിടെ ഈ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം നമ്മൾ പരാജയത്തിൽ കലാശിക്കും, ഫെയിൽ ആവും. എന്ത് ഈ ആപ്ലിക്കൻസിന്റെ നല്ല രീതിയിൽ അത് പ്രൊപ്പോർഷണൽ ആയില്ലെങ്കിൽ, ഓക്കെ, then it is quite apparent that the selection program will not be able to fulfill the required set of skilled personnel. പറഞ്ഞേക്കുന്നേ അതിന് സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ ഫുൾഫിൽ ചെയ്യാൻ, അതിനെ നിറവേറ്റാൻ സെലക്ഷൻ പ്രോഗ്രാമിന് കഴിയില്ല. സെലക്ഷൻ എങ്ങനെ കഴിയില്ല? അത് നല്ല രീതിയിൽ പ്രൊപ്പോർഷണൽ ആയില്ലെങ്കിൽ. ഞാൻ പറഞ്ഞേക്കുന്നത് സെലക്ഷൻ നടത്തുമ്പോൾ നല്ല രീതിയിൽ ആ ആപ്ലിക്കൻസ് പൂള് അതും ഈ സെലക്ടഡ് കാൻഡിഡേറ്റ്സ് അതും തമ്മിൽ കറക്റ്റ് നല്ല രീതിയിൽ പ്രപ്പോഷണൽ ആയില്ലെങ്കിൽ അവിടെ സ്കിൽഡ് പേഴ്സൺസിന്റെ ആവശ്യകതകളെ ഫുൾഫില്ല് ചെയ്യാനായിട്ട് കഴിയില്ല. നമ്മൾ പറഞ്ഞ കാര്യല്ലേ, ഇപ്പൊ ആകെ നമുക്ക് ഒരു 10 പേരെ നമ്മൾ സെലക്ട് ചെയ്യണമെന്നാണ്, 10 വേക്കൻസി ഉള്ളത്. അതിലാകെ 11 പേര് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ കറക്റ്റ് ആവോ? നമുക്ക് ആ സ്കിൽഡ് പേഴ്സൺസ് ആ ഒരു ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ആ ജോബ് വേക്കൻസി കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് എത്രയാ 11 പേരിൽ നിന്ന് 10 പേരെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞ ബുദ്ധിമുട്ടല്ലേ? അല്ലേ? ആണോ? നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അത്രയും ആപ്ലിക്കൻസ് പൂൾ ഇല്ലെങ്കിൽ, അത്രയും കാൻഡിഡേറ്റ്സ് അവിടെ ഇല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ ആ കറക്റ്റ് പോസ്റ്റിലേക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളവരെ സെലക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഓർഗനൈസേഷൻ അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞേക്കണേ. ആ സ്കിൽഡ് പേഴ്സന്റെ ആവശ്യകത അതിനെ ഫുൾഫില്ലും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അതിനകത്ത് എന്തൊക്കെ അണ്ടർലൈൻ ചെയ്യണം? ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടണം അവിടെ. പിന്നെ അടുത്ത് ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ് ഓഫ് സെലക്ടഡ് കാൻഡിഡേറ്റ്സ് എങ്ങനെയായിരിക്കണം? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കണം ടു ദ ഫീച്ചേഴ്സ് ഓഫ് ദ ആപ്ലിക്കന്റ് പൂൾസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കണം. നമ്മൾ ഇനി അടുത്തത് എന്താ പറഞ്ഞേക്കുന്നത്? റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം ഫെയിൽ ആകും. എങ്ങനെ? ക്രേവ് പൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്ന ആപ്ലിക്കൻസ് അല്ലെങ്കിൽ അതിന് അനുയോജ്യമായിട്ടുള്ള പ്രൊപ്പോഷണൽ ആയിട്ടുള്ള ആപ്ലിക്കൻസ് പൂൾ ഇല്ലെങ്കിൽ, അത്രയും ആപ്ലിക്കൻസ് അവിടെ ഇല്ലെങ്കിൽ ഈ നമ്മൾ ആ സ്കിൽഡ് പേഴ്സൺ ആ ജോബിലേക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള അതിന് കാപ്പബിൾ ആയിട്ടുള്ള ആ പേഴ്സൺ അതിനെ ഫുൾഫിൽ ചെയ്യാനായിട്ട് ആ സെലക്ഷൻ പ്രോഗ്രാമിന് പറ്റില്ല, അത്രയും ആപ്ലിക്കൻസ് ഇല്ലെങ്കിൽ. ഓക്കെ, അടുത്തത് 5ാമത് നോക്കിയേ. ഇൻക്രീസ് ആൻഡ് ഇവാലുവേറ്റ് എഫക്റ്റീവ്നെസ്. ഫലപ്രാപ്തി വർദ്ധിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നു. അതിനെ ഇൻക്രീസ് ചെയ്യുക, വർദ്ധിക്കുക. ഇൻക്രീസസ് ആൻഡ് ഇവാലുവേറ്റ് എഫക്റ്റീവ്നെസ്, വർദ്ധിക്കുകയും അതുപോലെ തന്നെ അതിന്റെ ഫലപ്രാപ്തി വിലയിരുത്തുകയും ചെയ്യുന്നു. The present as well as the future effectiveness of the individual and the organization gets increased due to recruitment. ഇപ്പൊ നിലവിലുള്ളതും ഭാവിയിലേക്കുമുള്ള ഫലപ്രാപ്തി ഇൻഡിവിജ്വലിന്റെ ഓർഗനൈസേഷന്റെ ആ ഒരു സ്ഥാപനത്തിന്റെയും ആ ഇൻഡിവിജ്വൽസിന്റെ എഫക്റ്റീവ്നെസ് ഇപ്പൊ നിലവിലുള്ളത് അതിന് ഭാവിയിലേക്കുമുള്ള ആ ഫലപ്രാപ്തി എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു. ഇൻക്രീസ്ഡ് ഡ്യൂ ടു റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലൂടെ. നമ്മൾ പറഞ്ഞില്ല, ഇപ്പൊ കമ്പനിയിലെ നിലവിലുള്ളത് ഭാവിയിലേക്കുള്ള ആവശ്യകതകളെ ഫുൾഫിൽ ചെയ്യാനാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. ഇപ്പൊ വേക്കൻസി വന്നാൽ അത് എല്ലാ കാലവും അങ്ങനെ വേക്കന്റ് ആയിട്ട് കിടക്കാൻ പറ്റൂല. അപ്പൊ ഇപ്പൊ നിലവിലുള്ള ഒഴിവാവട്ടെ അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്കുള്ളതാവട്ടെ, അല്ലെ, അതിന്റെ ആ ഒരു ഓർഗനൈസേഷന്റെ ഇൻഡിവിജ്വലിന്റെ ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുന്നു. It also assess the effectiveness of variety of recruiting method and resources for all type of job applicants. എല്ലാ തരത്തിലുള്ള ജോബ് ആപ്ലിക്കൻസിന്റെ അതുപോലെ അതിന്റെ റിക്രൂട്ടിംഗ് മെത്തേഡ് അതിന്റെ ഫലപ്രാപ്തിയൊക്കെ വിലയിരുത്തുകയും ചെയ്യുന്നു. It also assess the effectiveness of variety of recruitment method. പല തരത്തിലുള്ള റിക്രൂട്ട്മെന്റ് മെത്തേഡ് and resources ഇതിനു വേണ്ടി ഫോർ ദ ഓൾ ടൈപ്പ് ഓഫ് ജോബ് ആപ്ലിക്കൻസ്. അവർക്ക് ആ ജോബ് ആപ്ലിക്കൻസിന് വേണ്ടിയുള്ള ആ റിക്രൂട്ടിംഗ് മെത്തേഡിന്റെ ആ പലതരത്തിലുള്ള സോഴ്സുകളുടെ അതിന്റെ ഫലപ്രാപ്തി വിലയിരുത്തുകയും ചെയ്യുന്നു. അസസ് ചെയ്യാന്ന് വെച്ചാൽ വിലയിരുത്തുക. ഇനി അടുത്തതാണ് റിക്രൂട്ട്മെന്റിന്റെ ഒരു ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ടേൺ ഓവർ. ടേൺ ഓവർ കുറയ്ക്കുന്നു. അതായത് ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താ? ജോലിയിൽ നിന്നൊക്കെ പൊഴിഞ്ഞു പോകലില്ലേ, പിരിഞ്ഞു പോവുക, കൊഴിഞ്ഞു പോവുക, അതൊക്കെ കുറയ്ക്കുന്നു.
Once recruited and selected, the recruitment process minimizes the chances that job applicants will quit the organization in the initial phase of placement. Placement in the ആദ്യത്തെ ഘട്ടത്തിൽ നിന്ന് തന്നെ ഇനിഷ്യൽ ഫേസ് ആദ്യ പ്രാരംഭ ഘട്ടത്തില് പ്ലേസ്മെന്റിന്റെ ആദ്യത്തെ ഘട്ടത്തില് കമ്പനിയിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോകാനുള്ള അവിടെ നിന്ന് ജോലി നമ്മൾ വേണ്ടാന്ന് വെച്ച് പോകാനുള്ള ജോബ് ആപ്ലിക്കൻസിന്റെ ചാൻസിനെ ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എന്ത് ചെയ്യുന്നു മിനിമൈസ് ചെയ്യുന്നു കുറയ്ക്കുന്നു അല്ലെ കറക്റ്റ് ആയിട്ടുള്ള ഇപ്പൊ നമ്മൾ ഏത് ജോബാണ് അതിനെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്യുന്നത് റിക്രൂട്ട്മെന്റ് പ്രോസസ്സില് അപ്പെന്ന് പറഞ്ഞാൽ പിന്നീട് അവർ ജോലിയിൽ കയറി അവർക്ക് പ്ലേസ്മെന്റ് കിട്ടി ആ ജോലിയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അതിന് പോകേണ്ട ആവശ്യം വരുന്നുണ്ടോ കറക്റ്റ് ആയിട്ടുള്ള ഇതൊക്കെ നോക്കിയിട്ടല്ലേ നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് അല്ലെ അല്ലാതെ വെറുതെ ഒരാളെ കൊണ്ടിരുത്തി കഴിഞ്ഞാൽ ചിലപ്പോ ഞാൻ ആദ്യം ജോലിക്ക് കയറുന്ന അന്ന് തന്നെ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് പറ്റിയ ജോലിയല്ല എന്ന് പറഞ്ഞ് പോകാം കണ്ടോ കറക്റ്റ് ആയിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ത് ചെയ്യുന്നു മിനിമൈസ് ദ ചാൻസ് ദാറ്റ് ദ ജോബ് ആപ്ലിക്കൻസ് വിൽ ക്വിറ്റ് ദ ഓർഗനൈസേഷൻ ഇൻ ദ ഇനിഷ്യൽ ഫേസ് ഓഫ് പ്ലേസ്മെന്റ് പ്ലേസ്മെന്റിന്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ ജോലിയിൽ നിന്ന് ആ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് പിരിഞ്ഞു പോകാൻ അല്ലെങ്കിൽ അവിടെ നിന്ന് അത് വേണ്ടാന്ന് വെച്ച് ജോലി ഉപേക്ഷിച്ച് പോകാനുള്ള ജോബ് ആപ്ലിക്കൻസിന്റെ ചാൻസിനെ മിനിമൈസ് ചെയ്യുന്നു. Then this in turns result in retention of potential employees. അത് എന്തിനെ സഹായിക്കുന്നു അത് നിലനിർത്താൻ റിറ്റൻഷൻ എന്ന് പറഞ്ഞാൽ നിലനിർത്താനായിട്ട് അതിന് കഴിവുള്ള എംപ്ലോയീസിനെ ആ സ്ഥാപനത്തിന് നിലനിർത്താനായിട്ട് സഹായിക്കുന്നു. ഓക്കെ ആ പൊട്ടൻഷ്യൽ എംപ്ലോയീസ് അതിന് കഴിവുള്ള കാൻഡിഡേറ്റ്സിനെ അല്ലെങ്കിൽ അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ അവിടെ തന്നെ നിലനിർത്താനായിട്ട് സഹായിക്കുന്നു. അപ്പൊ അതൊക്കെയാണ് ഇമ്പോർട്ടൻസ്. അപ്പൊ നമ്മൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞത് മീറ്റ്സ് ദ ഓർഗനൈസേഷൻ ഒബ്ലിഗേഷൻസ് ഓർഗനൈസേഷന്റെ കടമകള് അത് നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് പിന്നെ ഇൻക്രീസസ് വർദ്ധിപ്പിക്കുന്നു ഇവാലുവേറ്റ് എഫക്റ്റീവ്നെസ് ഫലപ്രാപ്തി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പിന്നെ ടേൺ ഓവർ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. ക്ലിയർ ആയോ എന്ന് പറഞ്ഞ മൂന്നെണ്ണോ? പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് പഠിക്കാണ്ട് കേട്ടോ. പ്ലേസ്മെന്റ് ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പോർഷൻസിൽ പ്ലേസ്മെന്റ് പഠിക്കാണ്ട്. പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്ലേസിംഗ് ദ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് ജോബ്. ശരിയായ ജോലിയിൽ ശരിയായ പേഴ്സണെ സ്ഥാപിക്കുന്നതിനാണ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത്രയാണ് റിക്രൂട്ട്മെന്റ്. ഇതൊരു സെക്ഷൻ കഴിഞ്ഞു. നമ്മുടെ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ, അതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെ. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ അവിടെ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത് നമ്മൾ പോകുന്നത് സെലക്ഷനിലേക്കാണ്. സെലക്ഷൻ ഇത് രണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു കമ്പാരിസൺ പഠിക്കാനുണ്ട്, ഒരു ടേബിൾ പഠിക്കാനുണ്ട്. അപ്പോ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നോക്കിയേ സെലക്ഷൻ. സെലക്ഷൻ കോൺസെപ്റ്റ് ഓഫ് സെലക്ഷൻ. സെലക്ഷന്റെ ആശയം എന്താണ്? സെലക്ഷൻ എന്ന് പറയുന്നത് സെലക്ഷൻ refers to a process in which individuals are selected from the list of job applicants possessing the required knowledge and skills for the job to be performed in an organization. Underline ചെയ്ത ഫസ്റ്റ് സെന്റൻസ്. ഒരു ഓർഗനൈസേഷൻ പെർഫോം ചെയ്യാൻ വെച്ച് നിർവഹിക്കുക. ഒരു ഓർഗനൈസേഷൻ നിർവഹിക്കേണ്ട ജോലി അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തില് നിർവഹിക്കേണ്ട ജോലിക്ക് ആവശ്യമായിട്ടുള്ള നോളജ്, സ്കില്ല്, ഇതൊക്കെ ഉള്ള ഒരു ലിസ്റ്റ് ഓഫ് ആപ്ലിക്കൻസ്, ജോബ് ആപ്ലിക്കൻസിൽ നിന്ന് നമ്മൾ ഇൻഡിവിജ്വൽസിനെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് സെലക്ഷൻ. എന്താ പറഞ്ഞേക്കുന്നേ? ഒരു ഓർഗനൈസേഷനില് നിർവഹിക്കേണ്ട ജോലിക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള അതിന് നോളജ് ഉള്ള അറിവുള്ള കഴിവുള്ള ആപ്ലിക്കൻസിനെ ഇങ്ങനെ ജോബ് ആപ്ലിക്കൻസിന്റെ ലിസ്റ്റിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ലിസ്റ്റ് ആപ്ലിക്കേഷൻ പൂൾ എന്ന് പറഞ്ഞ 100 പേരായിരിക്കും. അതിൽ നിന്ന് നമ്മൾ സെലക്ഷൻ നടത്തുന്നത് 20 പേരെ ആയിരിക്കും നമ്മൾ സെലക്ഷൻ നടത്തുന്നത് അല്ലെ? അപ്പൊ എന്താ? ഒരു ലിസ്റ്റ് ഓഫ് ജോബ് ആപ്ലിക്കൻസ് ഉണ്ട്. എത്ര പേരാ നമ്മുടെ ലിസ്റ്റിലുള്ളത്? 100 പേരുള്ള ഒരു ലിസ്റ്റ്.
അതിൽ നിന്ന് നമ്മൾ 20 പേരെ സെലക്ട് ചെയ്യുന്നു. അതെങ്ങനെയാ 20 പേരെ സെലക്ട് ചെയ്യുന്നത്? എന്താ, ആ ഒരു ഓർഗനൈസേഷനിൽ ഏത് വേക്കൻസി ആണോ, ഏത് പോസ്റ്റിലേക്കാണോ അവരെ റിക്രൂട്ട് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ആ ഒരു പോസ്റ്റിലേക്ക് ആവശ്യമായിട്ടുള്ള അറിവുള്ളതും കഴിവുള്ള ആപ്ലിക്കൻസിനെ ആ ലിസ്റ്റ് ഓഫ് ജോബ് ആപ്ലിക്കൻസിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന പ്രോസസ് ആണ് സെലക്ഷൻ. ക്ലിയർ ആയോ? ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഇപ്പൊ 19 പേരുണ്ട്, ഞാനടക്കം. ഇതിൽ നിന്ന് ഒരു 5 പേരെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ 19 പേരിൽ നിന്ന് അതിൽ ഏറ്റവും അറിവുള്ള കഴിവുള്ള ഈ ജോലിക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള 5 പേരെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതാണ് സെലക്ഷൻ. ക്ലിയർ ആയോ? സെലക്ഷൻ എന്താ? മിക്ക എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ, അവിടെ ഡാഷ് ഇട്ട് തന്നെ ചോദിക്കാറുണ്ട്. ഡാഷ് റെഫേഴ്സ് ടു പ്രോസസ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സെന്റൻസ് അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട് കേട്ടോ, അണ്ടർലൈൻ ചെയ്തിട്ട് അവിടെ. ഇനി selection is a process which include various phases such as reviewing the applicants in order to check whether they are suitable for the job or not, selecting the right one from the list of applicants and rejecting the rest. ഇനി എന്താ സെലക്ഷൻ പ്രോസസ്? ഇതുപോലെ നമ്മൾ ഒറ്റ സ്റ്റെപ്പിൽ തീരൂല. റിക്രൂട്ട്മെന്റിൽ നമ്മൾ പറഞ്ഞില്ലേ, കുറെ സ്റ്റെപ്പുകൾ പഠിച്ചില്ലേ റിക്രൂട്ട്മെന്റിന്റെ? അപ്പൊ അതുപോലെ തന്നെ സെലക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ തീരുന്ന കാര്യമല്ല, പല ഫേസുകളുണ്ട്. such as reviewing the applicants in order to check whether they are suitable for the job or not, അല്ലെ? അവർ ആ ജോലിക്ക് സ്യൂട്ടബിൾ ആണോ അല്ലയോ എന്ന് ആപ്ലിക്കൻസിനെ റിവ്യൂ ചെയ്യുന്നത് മുതൽ പല ഫേസുകൾ ഉണ്ട് ഈ സെലക്ഷൻ പ്രോസസ്സിൽ. എന്താണ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും സെലക്ടിങ് ദ റൈറ്റ് വൺ ഫ്രം ദ ലിസ്റ്റ് ഓഫ് ആപ്ലിക്കൻസ് ആൻഡ് റിജക്ടിങ് ദ റെസ്റ്റ്. അതല്ലേ? എന്താ, ശരിയായിട്ടുള്ളവരെ, ആ ജോലിക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ളവരെ സെലക്ട് ചെയ്യുന്നു, ബാക്കിയുള്ളവരെ എന്ത് ചെയ്യും? റിജക്ട് ചെയ്യും, അല്ലെ? ഇപ്പൊ 100 പേരാണ് നമ്മുടെ ആപ്ലിക്കൻസ് പൂള്, അതിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള 20 പേരെ ഞാൻ സെലക്ട് ചെയ്തു, ബാക്കി 80 പേരെ റിജക്ട് ചെയ്യണ്ടേ, അല്ലെ? ആ ബാക്കി 80 പേരെ ഞാൻ റിജക്ട് ചെയ്തിട്ടാണ് 20 പേരെ അതിൽ നിന്ന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളവരെ സെലക്ട് ചെയ്യുന്നത്. എന്താണ് സെലക്ഷൻ എന്ന് പറയുന്നത്? സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? ലിസ്റ്റ് ഓഫ് ആപ്ലിക്കൻസിൽ നിന്ന് സെലക്ട് ചെയ്യുന്നു ആൻഡ് റിജക്റ്റിംഗ്, ബാക്കിയുള്ളവരെ റിജക്ട് ചെയ്യുന്നു. Therefore, the selection can be regarded as a negative process. Very important. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. സെലക്ഷൻ എന്ന് പറഞ്ഞ ഏതാണ്? നെഗറ്റീവ് പ്രോസസ് ആണ്. എന്തുകൊണ്ടാ പറയണേ? കുറച്ചു പേരെ നമ്മൾ റിജക്ട് ചെയ്യുന്നില്ലേ? റിജക്ട് ചെയ്ത് കളയാണ് കുറച്ചു പേരെ. അപ്പൊ അതുകൊണ്ട് എന്താണ്? അതൊരു നെഗറ്റീവ് പ്രോസസ് ആണ്. റിക്രൂട്ട്മെന്റ് എന്ത് പ്രോസസ് ആണ് നമ്മൾ പഠിച്ചത്? റിക്രൂട്ട്മെന്റ് എന്ത് പ്രോസസ് ആണെന്ന് പറഞ്ഞ ഇതിന്റെ കമ്പാരിസണിൽ വന്നിട്ടുണ്ട് കേട്ടോ, ആ ടേബിളിൽ പഠിക്കാണ്ട് ഇതുപോലെ തന്നെ. റിക്രൂട്ട്മെന്റ് എന്ത് പ്രോസസ്സാ? റിക്രൂട്ട്മെന്റ് എന്ത് പ്രോസസ് ആണെന്ന് പറഞ്ഞേ? യൂറിയ, കാവ്യ, സൗമ്യ, സുനിത, അഖില്, റിക്രൂട്ട്മെന്റ് എന്ത് പ്രോസസ് ആണെന്ന് പറഞ്ഞേ നമ്മള്? റിക്രൂട്ട്മെന്റ് ഏത് പ്രോസസ്സാണ്? പോസിറ്റീവ് ആണോ നെഗറ്റീവ് പ്രോസസ് ആണോ റിക്രൂട്ട്മെന്റ്? ഓക്കെ, വെരി ഗുഡ്. റിക്രൂട്ട്മെന്റ് ഏതാണ്? പോസിറ്റീവ് ആണ്. എന്താ? ഒരു കൂട്ടം ആപ്ലിക്കൻസിനെ സെലക്ട് നമ്മൾ ഉണ്ടാക്കുന്നില്ലേ റിക്രൂട്ട്മെന്റില്? ഒരു ഗ്രൂപ്പ് ഓഫ് ആപ്ലിക്കൻസ്, ഒരു കൂട്ടം ആപ്ലിക്കൻസിനെ ഉണ്ടാക്കുന്നത് കൊണ്ട് അതൊരു പോസിറ്റീവ് പ്രോസസ് ആണെന്ന് പറഞ്ഞേ റിക്രൂട്ട്മെന്റ്. എന്നാൽ സെലക്ഷൻ എന്ന് പറഞ്ഞ എന്താ? കുറെ കാൻഡിഡേറ്റ്സിനെ അവിടെ റിജക്ട് ചെയ്ത് കളയുന്നുണ്ട്, അതുകൊണ്ട് അതൊരു നെഗറ്റീവ് പ്രോസസ് ആണ്. അണ്ടർലൈൻ ചെയ്തിട്ടേ. ഇനി മറക്കോ? റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് പ്രോസസ് ആണ്, എന്നാൽ സെലക്ഷൻ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് പ്രോസസ് ആണ്. അണ്ടർലൈൻ ചെയ്തോട്ടോ. സെലക്ഷൻ ഈസ് എ നെഗറ്റീവ് പ്രോസസ്. എന്തുകൊണ്ടാ? കുറെ ആപ്ലിക്കൻസിനെ നമ്മൾ റിജക്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അതൊരു നെഗറ്റീവ് പ്രോസസ് ആണ്. ഇനി അടുത്ത് നോക്കിയേ. As its main aim, ഈ സെലക്ഷന്റെ മെയിൻ എയിം എന്താ? is to reject as many unsuitable individual as possible. അനുയോജ്യമല്ലാത്ത ഇൻഡിവിജ്വൽസിനെ റിജക്ട് ചെയ്യുക, അതാണ് സെലക്ഷന്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത്.
so as to get എന്തിനു വേണ്ടി right and appropriate candidates for the organization. ആ ഒരു സ്ഥാപനത്തിലേക്ക് ശരിയായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അൺസ്യൂട്ടബിൾ അനുയോജ്യമല്ലാത്ത ഇൻഡിവിജ്വൽസിനെ റിജക്ട് ചെയ്യുക, അതാണ് സെലക്ഷന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്ത് അവിടെ 3 സെന്റൻസ് നമ്മൾ ആ പാരഗ്രാഫിൽ അണ്ടർലൈൻ ചെയ്തിടണം. ഏതൊക്കെയാ? ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുക. പിന്നെ നമ്മൾ പറഞ്ഞത് ഏതാണ്? സെലക്ഷൻ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് പ്രോസസ് ആണെന്ന് അണ്ടർലൈൻ ചെയ്യുക. പിന്നെ അടുത്തത് എന്താ? മെയിൻ എയിം എന്താണ്? അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വലിനെ റിജക്ട് ചെയ്യുക. ആൻഡ് ദെൻ എന്തിനു വേണ്ടി? ടു ഗെറ്റ് ദ റൈറ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് കാൻഡിഡേറ്റ്സ് ഫോർ ദ ഓർഗനൈസേഷൻ. ആ ഒരു സ്ഥാപനത്തിലേക്ക് അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അൺസ്യൂട്ടബിൾ ഇൻഡിവിജ്വൽസിനെ റിജക്ട് ചെയ്യുന്നു. അതാണ് ഇതെന്ന് പറയുന്നത് സെലക്ഷന്റെ എയിം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ പാരഗ്രാഫ്? ഇനി അടുത്ത് നോക്കിയേ, അക്കോർഡിംഗ് ടു. ഇനി ഇവിടെ ഒരു സെലക്ഷന്റെ ഡെഫിനിഷൻ ആണ്. ഡെഫിനിഷൻ ആയിട്ട് നിങ്ങൾ പഠിക്കണ്ട. അക്കോർഡിംഗ് ടു ഡാഷ് എന്ന് പഠിക്കുക. പിന്നെ ഡാഷ് ഈസ് എ പ്രോസസ്, ആ ഒരു വിധം ചോദിക്കാം. അല്ലാതെ ഡെഫിനിഷൻ എഴുതാനുണ്ടാവില്ല അവിടെ. അക്കോർഡിംഗ് ടു ഷെർമൻ ഹോൺ, ഹണ്ട് ആൻഡ് ഓസ്ബോൺ ഇവര് പറഞ്ഞേക്കുന്നത് സെലക്ഷൻ എന്ന് പറഞ്ഞ എന്താണ്? ഈസ് എ സീരീസ് ഓഫ് സ്റ്റെപ്സ്, ഒരു കൂട്ടം സ്റ്റെപ്പുകൾ ഫ്രം ഇനിഷ്യൽ ആപ്ലിക്കന്റ് സ്ക്രീനിങ് ടു ഫൈനൽ ഹയറിംഗ് ഓഫ് ദ ന്യൂ എംപ്ലോയി. അല്ലെ, ആപ്ലിക്കൻസിനെ ആദ്യമായിട്ട് ആപ്ലിക്കൻസിനെ സ്ക്രീനിങ് ചെയ്യുന്നത് മുതൽ ഫൈനല് അവരെ ഹയർ ചെയ്യുക എന്ന് വെച്ചാൽ നിയമിക്കുക, ഹയറിംഗ്, അവരെ നിയമിക്കുന്ന, ഫൈനലായിട്ട് അവരെ നിയമിക്കുന്നത് വരെയുള്ള ഒരു സീരീസ് ഓഫ് സ്റ്റെപ്സ്, അതാണ് സെലക്ഷൻ. അണ്ടർലൈൻ ചെയ്തോ? Dash is a series of steps. ഇതാലോ? Okay, ആപ്ലിക്കൻസിനെ ഇനിഷ്യൽ ആയിട്ട് സ്ക്രീനിങ് ചെയ്യുന്നത് മുതൽ ഫൈനൽ ആയിട്ട് അവരെ നിയമിക്കുന്നത് വരെയുള്ള ഒരു സീരീസ് ഓഫ് സ്റ്റെപ്സ്, അതാണ് സെലക്ഷൻ. അടുത്ത് നോക്കിയേ, അക്കോർഡിംഗ് ടു. രണ്ടാമത് നോക്കിയേ, ടെറി നോളിൻസ്കൈ. ടെറി നോളിൻസ്കൈ അദ്ദേഹം എന്താണ് ഈ സെലക്ഷൻ പറഞ്ഞേക്കണത്? സെലക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് എ ഹയർ ഓർ നോൺ ഹയർ ഡിസിഷൻ. എന്താ? ഹയർ ചെയ്യണോ അല്ലെങ്കിൽ ഹയർ ചെയ്യണ്ടയോ, അതായത് നിയമിക്കണോ നിയമിക്കാതിരിക്കണോ, അല്ലെ, നിയമിക്കാതിരിക്കണോ എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കുന്ന പ്രോസസ് ആണ് റിഗാർഡിംഗ് ഈച്ച് ആപ്ലിക്കന്റ് ഫോർ എ ജോബ്. ആ ജോലിക്ക് വേണ്ടിയിട്ട് ഓരോ ആപ്ലിക്കൻസിനെ സംബന്ധിച്ച് അവരെ നിയമിക്കണോ നിയമിക്കണ്ടയോ എന്ന ഒരു ഡിസിഷൻ എടുക്കുന്ന പ്രോസസ് ആണ് സെലക്ഷൻ. അണ്ടർലൈൻ ചെയ്തോട്ടോ. അക്കോർഡിംഗ് ടു ഡാഷ് എന്ന് ചോദിക്കാം, ഡാഷ് ഇസ് ദ പ്രോസസ് എന്നുള്ളത് ആ ഒരു സെന്റൻസ് ചോദിക്കാം. ക്ലിയർ ആവുന്നില്ലേ ഞാൻ പറയണത്? എന്റെ ഫോളോ ചെയ്ത് വന്നില്ലേ നിങ്ങള്? ഓക്കെ, ഡെഫിനിഷൻ ബൈ ഹാർട്ട് ചെയ്യണ്ട. അക്കോർഡിംഗ് ടു ഡാഷ് അവിടെയും ഒരു അണ്ടർലൈൻ ചെയ്ത് വെക്കാം. പിന്നെ ഡാഷ് ഈസ് ദ പ്രോസസ് എന്നുള്ളത് നോക്കി വെക്കാം. ഇനി അടുത്ത് നോക്കിയേ, അക്കോർഡിംഗ് ടു സ്റ്റീവൻ P. Robbins and Mary Holter. അവരെന്താണ് സെലക്ഷൻ പറഞ്ഞേക്കുന്നത്? സെലക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് സ്ക്രീനിങ് ജോബ് ആപ്ലിക്കേഷൻ ടു എൻഷുർ ദാറ്റ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് കാൻഡിഡേറ്റ്സ് ആർ ഹയർ ചെയ്യുക എന്ന് വെച്ചാൽ നിയമിക്കാം. ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ്, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നിയമിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്ന ഒരു പ്രോസസ് ആണ്. എൻഷുർ ചെയ്യാന്ന് വെച്ചാൽ ഉറപ്പുവരുത്തുന്ന ഒരു പ്രോസസ് ആണ് ഏത്? സെലക്ഷൻ ഇസ് ദ പ്രോസസ് ഓഫ് സ്ക്രീനിങ് ജോബ് ആപ്ലിക്കേഷൻ to ensure എന്ത് ഉറപ്പുവരുത്താണ്? The most appropriate candidates are hired. ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നിയമിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു പ്രോസസ് ആണ് സെലക്ഷൻ. ഇനി നെക്സ്റ്റ് ലാസ്റ്റത്തെ അക്കോർഡിംഗ് ടു ഡെയിലി ഓർഡർ. ഡെയിലി ഓർഡർ എന്താ പറഞ്ഞേക്കുന്നത്? സെലക്ഷൻ എന്ന് പറഞ്ഞ എന്താ? ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ദ കാൻഡിഡേറ്റ്സ് ഫോർ എംപ്ലോയ്മെന്റ് ആർ ഡിവൈഡ് ഇൻടു 2 classes. The candidates for employment, ആ ജോലിക്ക് വേണ്ടിയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമ്മൾ 2 ക്ലാസ്സുകളായിട്ട് തിരിച്ചേക്കുന്നുണ്ട്, 2 തലങ്ങളിലായിട്ട്
കൊടുക്കുന്നുണ്ട്. Those who will be offered the employment ഓഫർ ചെയ്യുന്നവരും and those who will not അത് ഓഫർ ചെയ്യാത്തവരും, അങ്ങനെ രണ്ട് ക്ലാസ്സുകളായിട്ട് തിരിച്ചിട്ടുണ്ടെന്നാണ് ഏത് ഈ ഡെയിൽ ഗോൾഡർ സെലക്ഷനെ കുറിച്ച് പറയുന്നത്. കാൻഡിഡേറ്റ്സ് ഫോർ എംപ്ലോയ്മെന്റ്, ജോലിക്ക് വേണ്ടിയുള്ള കാൻഡിഡേറ്റ്സിനെ നമ്മൾ രണ്ട് തലങ്ങളിൽ തിരിച്ചിട്ടുണ്ട്. എംപ്ലോയ്മെന്റ് തൊഴിൽ ഓഫർ ചെയ്യുന്നവരും ആൻഡ് ദോസ് ഹു വിൽ നോട്ട് ഓഫർ ചെയ്യാത്തവരും. ഓക്കെ, 4 ഡെഫിനിഷൻ അക്കോർഡിംഗ് ടു ഡാഷ് എന്ന് പറഞ്ഞ് ചോദിക്കാം. ഡാഷ് ഈസ് ദ പ്രോസസ് എന്ന് പറഞ്ഞ് ചോദിക്കാം. അണ്ടർലൈൻ ചെയ്ത എല്ലാവരും അത്. ഇനി നെക്സ്റ്റ്, ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? സംശയം ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആ 4 ഡെഫിനിഷനില്? ഓക്കെ ആണോ? ഓക്കെ ആണോ? യെസ്. എന്താണ് ഒരു താമസം, ഒരു തമ്പൊക്കെ തരാനായിട്ട്? ഓക്കെ, വെരി ഗുഡ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കി എന്തൊക്കെയാണ് ഈ സെലക്ഷന്റെ ഒബ്ജക്റ്റീവ്സ്. റിക്രൂട്ട്മെന്റിന്റെ ഒക്കെ നമ്മൾ പഠിച്ചതാണ് കേട്ടോ. ഇനിയിപ്പോ നമ്മൾ നോക്കുന്ന ഒരു ഇത് സെലക്ഷൻ ആണ്. സെലക്ഷന്റെ ലക്ഷ്യം എന്താ, ഒബ്ജക്റ്റീവ്സ് എന്താ? The importance of selection can be described as the follows. ഈ സെലക്ഷന്റെ പ്രാധാന്യം താഴെ പറയുന്നു. എന്തിനൊക്കെയാണ് സെലക്ഷൻ, അല്ലെങ്കിൽ സെലക്ഷന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെ? ഒന്നാമത്തെ എന്താണ്? സെലക്ട് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സ്. ഏറ്റവും അനുയോജ്യമായ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാൻ സെലക്ഷൻ പ്രോസസ് വേണം, അല്ലെ? ഇപ്പൊ നമ്മൾ ഇത് രണ്ടുപേരെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഏറ്റവും അനുയോജ്യമായ ആളുകളെ കണ്ടെത്താൻ ഉള്ള ഒരു പ്രോസസ്സാണ് സെലക്ഷൻ. അതാണ് ഒന്നാമത്തെ. എന്താണ്? സെലക്ട് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സ്, ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാൻ. സെലക്ഷൻ പ്രോസസ് എയിം അറ്റ് ചൂസിംഗ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് കാൻഡിഡേറ്റ്സ് ഹു മീറ്റ് ഓൾ ദ റിക്വയർമെന്റ്സ് ഓഫ് എ പൊസിഷൻ. എന്താ പറഞ്ഞേക്കുന്നേ? സെലക്ഷൻ പ്രോസസ് എയിം അറ്റ്, സെലക്ഷൻ പ്രോസസിന്റെ എയിം എന്ന് പറഞ്ഞ എന്താ? ചൂസിംഗ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് കാൻഡിഡേറ്റ്സ്, ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ തെരഞ്ഞെടുക്കുക, അതാണ് എയിം. Who meet all the requirements of the position. എന്താ? ആ ഒരു ജോബ് പൊസിഷൻ, അതിന്റെ ആവശ്യകതകള്, എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് വേണ്ടത്, അതിനെ പാലിക്കുന്ന, അതിനെ മീറ്റ് ചെയ്യുന്ന ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ തെരഞ്ഞെടുക്കുന്നു. അതാണ് സെലക്ഷൻ പ്രോസസിന്റെ എയിം എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോട്ടെ ആ സെന്റൻസ്. The best candidates is chosen only. ഇനി ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിന് നമ്മൾ എങ്ങനെ തെരഞ്ഞെടുക്കുന്നത്? ആഫ്റ്റർ റിജക്റ്റിംഗ് ഓൾ ദ അൺഫിറ്റ് ആപ്ലിക്കൻസ്. നമുക്കറിയാം അല്ലെ? എങ്ങനെയാ? അൺഫിറ്റ് ആയിട്ടുള്ളവര്, അല്ലെ? അൺഫിറ്റ്, ആ ജോലിക്ക് ഫിറ്റ് അല്ലാത്തവരെ റിജക്ട് ചെയ്യുക. റിജക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് തിരഞ്ഞെടുക്കുന്നത്. ഓൺലി ആഫ്റ്റർ റിജക്റ്റിംഗ് ദ അൺഫിറ്റ് ആപ്ലിക്കൻസ്. ആപ്ലിക്കൻസിനെ, അൺഫിറ്റ് ആയിട്ടുള്ള ആപ്ലിക്കൻസിനെ റിജക്ട് ചെയ്യുക, അല്ലെ? റിജക്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നത്. ആഫ്റ്റർ, അതിനുശേഷം. ത്രൂ എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് സെലക്ഷൻ. ഇതിൽ കൂടെ ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് സെലക്ഷനിലൂടെ അൺഫിറ്റ് ആയിട്ടുള്ള ആപ്ലിക്കൻസിനെ റിജക്ട് ചെയ്തതിനു ശേഷം നമ്മൾ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കുന്നു. 2 സെന്റൻസും അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ഓക്കെ ആണോ? അടുത്ത നോക്കിയേ, രണ്ടാമത്തെ എന്താണ് ഒരു സെലക്ഷന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? വെരിഫൈ ആപ്ലിക്കൻസ് കേപ്പബിലിറ്റീസ്, അല്ലെ? ആപ്ലിക്കൻസിന്റെ കഴിവുകൾ പരിശോധിക്കാൻ, വെരിഫൈ ചെയ്യാൻ. സെലക്ഷൻ പ്രോസസ് ഹെൽപ് ടു മാച്ച് ജോബ് റിക്വയർമെന്റ്സ് വിത്ത് ദ ആപ്ലിക്കൻസ് ത്രൂ എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് സെലക്ഷൻ. ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് സെലക്ഷനിലൂടെ ആ ജോബിന്റെ ആവശ്യകതകള്, അല്ലെ, മാച്ച് ചെയ്യാൻ, ജോബിന്റെ റിക്വയർമെന്റ്സ് ആപ്ലിക്കൻസുമായിട്ട് മാച്ച് ചെയ്യാൻ. നമ്മൾ നോക്കുകയാണ്, നമ്മുടെ ബയോഡാറ്റ അല്ലെങ്കിൽ റെസ്യൂം, ഇതൊക്കെ നമ്മൾ നോക്കി, നമ്മുടെ ഡിഗ്രി കാര്യങ്ങൾ, ഏത് കോഴ്സാണ് നമ്മൾ പഠിച്ചത്, അപ്പൊ ആ ജോലിക്ക് ഇന്ന ഡിഗ്രി, ഇന്ന ക്വാളിഫിക്കേഷൻ ആണ്, അതുമായിട്ട് മാച്ച് ചെയ്യാൻ, ജോബ് റിക്വയർമെന്റ്സ് ആരുമായിട്ട്? ആപ്ലിക്കൻസുമായിട്ട് മാച്ച് ചെയ്യാൻ സെലക്ഷൻ പ്രോസസ് വേണം. ഓക്കെ, സെലക്ഷൻ പ്രോസസ് ഹെൽപ്പ് ചെയ്യുന്നു. Selection process help to match the job requirements with the applicants. Underline ചെയ്തോട്ടെ ആ സെന്റൻസ്.
Then മൂന്നാമത്തെ എന്താ? places the right candidates at the right job. ശരിയായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ശരിയായ ജോലിക്ക് സ്ഥാപിക്കാൻ. അതായത് ആ ജോലിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ വേണം അവിടെ നിയമിക്കാനായിട്ട്, അല്ലെ? നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു മേഖലയിൽ നമ്മളെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് പെർഫോമൻസ് ചെയ്യാൻ പറ്റില്ല. അതാണ് അടുത്തൊരിത്. നമ്മൾ സെലക്ഷൻ നടത്തി ഏറ്റവും ആ ജോലിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആപ്ലിക്കൻസിനെ വേണം ആ ഒരു പോസ്റ്റിലേക്ക് പ്ലേസ് ചെയ്യാൻ. The selection process helps to choose the right candidates for the right job so that he can contribute his best effort towards the achievement of the organization goals by giving a standard performance as desired. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു അല്ലെങ്കിൽ കമ്പനി ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ലൊരു പെർഫോമൻസ് നൽകിക്കൊണ്ട് ആ ഓർഗനൈസേഷന്റെ ഗോൾ, ലക്ഷ്യങ്ങള്, അതിന്റെ ആ ഒരു ഓർഗനൈസേഷന്റെ പരമാവധി നേട്ടം, അല്ലെ, നേട്ടത്തിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഒരു കോൺട്രിബ്യൂഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ മാത്രം? ശരിയായ കാൻഡിഡേറ്റ്സിനെ ശരിയായ പോസ്റ്റില് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ മാത്രം. ഉണ്ടോ? അതിന് സെലക്ഷൻ വേണം. ഇപ്പൊ എന്നെ കൊണ്ടുവന്ന് ഞാൻ പല എക്സാമ്പിളും ഞാൻ പറയാറുണ്ട്. വേറൊരു പോസ്റ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോ എനിക്ക് ഇത്രയും പെർഫോമൻസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അല്ലെ? അല്ലെങ്കിൽ നിങ്ങളെ ആണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ലാത്ത ഒരു ഇതിലേക്ക് കൊണ്ടുവന്ന് ഇട്ട് അവിടെ ജോലി ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ആ ഒരു സ്ഥാപനത്തിന് നമ്മളെ കൊണ്ട് നഷ്ടം ഉണ്ടാവുള്ളൂ. എന്നാൽ നമുക്ക് നല്ല കഴിവുള്ള അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ജോലിയിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മൾ ആ സ്ഥാപനത്തിന് വേണ്ടി കോൺട്രിബ്യൂഷൻ ചെയ്യും, അല്ലെ? നമുക്ക് സംഭാവന ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ആ ഒരു ഓർഗനൈസേഷന്റെ അച്ചീവ്മെന്റ്, നമ്മുടെ ഗോള്, ആ ലക്ഷ്യം, അത് നേടിയെടുക്കാനും പറ്റും. അത് നേടിയെടുക്കാൻ, അച്ചീവ് ചെയ്യാനും പറ്റും. അപ്പൊ എങ്ങനെയാണെങ്കിൽ മാത്രം റൈറ്റ് കാൻഡിഡേറ്റ്സിനെ റൈറ്റ് ജോബിൽ സെലക്ട് ചെയ്യുമ്പോൾ മാത്രം. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. സെലക്ഷൻ പ്രോസസ് ഹെൽപ് ടു ചൂസ് ദ റൈറ്റ് കാൻഡിഡേറ്റ്സ് ഫോർ ദ റൈറ്റ് ജോബ്. ജോബ് വരെ അണ്ടർലൈൻ ചെയ്തിട്ടാ. ഇനി അടുത്ത നോക്കിയേ, ജനറേറ്റ് ദ ഇൻഫർമേഷൻ അബൌട്ട് ദ കാൻഡിഡേറ്റ്സ്. കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ സൃഷ്ടിക്കുന്നതിന്, കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ സൃഷ്ടിക്കുക, വിവരങ്ങൾ പരിശോധിക്കുന്നതിന്. ഓക്കെ. സെലക്ഷൻ ഓൾസോ ഹെൽപ്പ് ഇൻ എക്സ്ട്രാക്ടിങ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ കാൻഡിഡേറ്റ്സ് വിത്ത് ദ വ്യൂ ടു കമ്പയർ evoking information regarding the candidates with the view to compare him with other candidates in order to reach a correct decision. The selection എന്തിനു സഹായിക്കുന്നു? extracting ചെയ്യാന്ന് വെച്ചാൽ എന്താ? extracting. Selection also help in extracting ചെയ്യാന്ന് വെച്ചാൽ എന്താ? വേർതിരിച്ചെടുക്കുക, അല്ലെ? ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ കാൻഡിഡേറ്റ്സിനെ സംബന്ധിക്കുന്ന വിവരങ്ങളെ എക്സ്ട്രാക്ട് ചെയ്യാൻ. എങ്ങനെ? വിത്ത് ദ വ്യൂ ടു കമ്പയർ ഹിം വിത്ത് ഇവോക്കിംഗ് ഇൻഫർമേഷൻ. അയാൾ കൊണ്ടുവന്നിട്ടുള്ള ഇൻഫർമേഷനിൽ നിന്നും അതിൽ നിന്നും നമുക്ക് ആ കറക്റ്റ് ആയിട്ടുള്ള വിവരങ്ങളെ എക്സ്ട്രാക്ട് ചെയ്യാൻ, വേർതിരിച്ചെടുക്കാൻ സെലക്ഷൻ പ്രോസസ് ഹെൽപ്പ് ചെയ്യും. ഇനി അതുകൂടാതെ നോക്കി എന്താണ്? വിത്ത് വ്യൂ ടു കമ്പയർ വിത്ത് അതർ കാൻഡിഡേറ്റ്സ്. മറ്റു കാൻഡിഡേറ്റ്സുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യാം? ഇൻ ഓർഡർ ടു റീച്ച് എ കറക്റ്റ് ഡിസിഷൻ. എന്നിട്ട് ഒരു ശരിയായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരാനും പറ്റും. ഇൻഫർമേഷൻ അതിനകത്തെ ഒന്ന് നോക്കി, ഇവോക്കിംഗ് ഇൻഫർമേഷൻ. പിന്നെ അവിടെ regarding the candidates with a view to compare with other candidates എന്നുള്ളത് അത്രയും വേണ്ട കേട്ടോ. ഞാൻ ഇതൊന്ന് ബോൾഡ് ചെയ്തിടാം. അതെ, വീണ്ടും അവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നേക്കുന്നതാണ് സെന്റൻസ്. ഇത്രയും നോക്കി ആ സെന്റൻസ് തന്നെ വീണ്ടും പറഞ്ഞേക്കുന്നതാണ്. ഞാൻ ഒരു ബോൾഡ് ചെയ്തിട്ടിട്ട് നോക്കി, regarding the candidates with a compare with the evoking information. ആ കാൻഡിഡേറ്റ്സ് കൊണ്ടുവന്നിട്ടുള്ള ഇൻഫർമേഷൻ, അതിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ള വിവരങ്ങളെ എക്സ്ട്രാക്ട് ചെയ്യുക, വേർതിരിച്ചെടുക്കാൻ. എന്നിട്ട് എന്തിലേക്ക്? ഇൻ ഓർഡർ ടു റീച്ച് എ കറക്റ്റ് ഡിസിഷൻ. അത് വീണ്ടും അവിടെ എഴുതണമെന്നില്ല കേട്ടോ. അത് തന്നെയാണ് വീണ്ടും അവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നേക്കുന്നത് കേട്ടോ. ശ്രദ്ധിച്ചായിരുന്നോ നിങ്ങൾ? ആ ടെക്സ്റ്റിലൊന്ന് നോക്കി. ഞാനിവിടെ ബോൾഡ് ചെയ്തിട്ടേക്കണ കണ്ടോ നിങ്ങള്?
മാർക്ക് ചെയ്തിട്ടേക്കണത് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നേക്കണതാണ്. അപ്പൊ ടെക്സ്റ്റിൽ അങ്ങനെയാണ് കിടക്കണമെങ്കിൽ അതൊന്ന് നിങ്ങൾ അവിടെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞേക്കുക. മനസ്സിലായോ? കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള വിവരങ്ങള് പരിശോധിക്കാൻ, അതായത് കാൻഡിഡേറ്റ്സ് കൊണ്ടുവന്നിട്ടുള്ള ഇൻഫർമേഷൻസ്, ഇപ്പൊ ബയോഡാറ്റ ആണെങ്കിൽ അത് ഓക്കെ, അങ്ങനെ അവരുടെ ഇൻഫർമേഷൻസ് നിന്ന് ഈ എന്താണ് ആ ഒരു ജോലിക്ക് വേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ വിവരങ്ങൾ വേർതിരിച്ചെടുക്കാനായിട്ട്, എന്നിട്ട് എന്താണ് ഒരു കറക്റ്റ് ഡിസിഷൻ എടുക്കാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ മറ്റുള്ള എന്താ പറയാ ഒരു കമ്പാരിസൺ പോലെ ഇതിനെ കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് കറക്റ്റ് ഡിസിഷൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇൻ ഓർഡർ ടു റീച്ച് എ കറക്റ്റ് ഡിസിഷൻ. അത് അണ്ടർലൈൻ ചെയ്തിട്ടോ ആ സെന്റൻസും കൂടി ഡാഷ് ഹെൽപ്പ് എന്ന് ചോദിക്കാം കേട്ടാ. സെലക്ഷൻ ടെക്സ്റ്റിൽ അത് കറക്റ്റ് ചെയ്തോ നിങ്ങള്? യെസ്. ഇനി അടുത്ത് നോക്കിയ അഞ്ചാമത്തെ എന്താ? സേവ് കോസ്റ്റ്. കോസ്റ്റ് ലാഭിക്കാൻ, സേവ് ചെയ്യാൻ, കമ്പനിക്ക് വരുന്ന ചെലവുകൾ അത് ലാഭിക്കാൻ സെലക്ഷൻ പ്രോസസ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ. The comparison between the right candidates and job requirement is very crucial. Crucial എന്ന് പറഞ്ഞാൽ എന്താ? നിർണായകമാണ്. എന്തിന്? In order to enhance the employee work performance. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാ അല്ലേ? ഒരു ജോബ് റിക്വയർമെന്റ്സ്, ജോബിന്റെ ആവശ്യകതകൾക്ക് ശരിയായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമ്മള് ആ ഒരു പോസ്റ്റിലേക്ക് നിയമിക്കുക എന്നുള്ളത് വളരെ നിർണായകമാണ്. എന്തിന്? ആ എംപ്ലോയിയുടെ വർക്ക് പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ. ഇപ്പൊ എനിക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളവരടുത്ത് എന്നെ പോസ്റ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ഒട്ടും അറിയില്ലാത്തൊരു ജോലിയിലേക്ക് കൊണ്ടുവന്നിരുന്ന എനിക്ക് നമ്മുടെ വർക്ക് പെർഫോമൻസ് നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റില്ല. അപ്പൊ അങ്ങനെ നമ്മള് അവരുടെ പെർഫോമൻസ് ബെറ്റർ ആവണമെങ്കിൽ അനുയോജ്യമായിട്ടുള്ള ഒരു ജോബിലേക്ക്, അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ തന്നെ നമ്മൾ റിക്രൂട്ട് ചെയ്യണം അവിടെ എങ്കിലുള്ളൂ. Any mismatch in this respect can result in high loss to the organization. ഇനി അങ്ങനെ എന്തെങ്കിലും മിസ്മാച്ച് പറ്റിക്കഴിഞ്ഞാലോ ഓർഗനൈസേഷന് വലിയൊരു നഷ്ടം സംഭവിക്കാം അല്ലേ? ഇപ്പൊ ക്ലിനിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ, ക്ലറിക്കൽ വർക്ക് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് മാത്സ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം അറിയണം അല്ലേ? ഓഫീസ് കാര്യങ്ങളും ഇതൊക്കെ ചെയ്തത്. അതിലൊട്ടും ചാലഞ്ച് അല്ലാത്ത ഒരാളെ കൊണ്ടുവന്ന് ആ ഒരു പോസ്റ്റിലേക്ക്, ഇപ്പൊ അക്കൗണ്ടിങ് ആ ഒരു സെക്ഷനിലേക്കൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ അവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റൂല. മാത്രമല്ല അത് കമ്പനിക്ക് വലിയ നഷ്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. അത് മിസ്മാച്ച് ആണെങ്കിൽ, ആ ശരിയായ ജോലിക്ക് ശരിയായ വ്യക്തി അല്ലെങ്കിൽ അതിലെന്തെങ്കിലും മിസ്മാച്ച് വരുവാണെങ്കിൽ കമ്പനിക്ക് വളരെ അധികം ഒരു നഷ്ടത്തിലേക്ക് എത്തിച്ചേരാം. എന്നാൽ സെലക്ഷൻ നടത്തി കറക്റ്റ് ആ ജോബ് പോസ്റ്റിലേക്ക് കറക്റ്റ് ആളെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ കമ്പനിക്ക് ആ പോസ്റ്റ് നമുക്ക് ലാഭിക്കാൻ പറ്റും. ഇറ്റ് ക്യാൻ ബി ടേംസ് ഓഫ് മണി. ആ നഷ്ടം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? പൈസ ആയിട്ടാകാം, ടൈം ആയിട്ടാകാം, ആൻഡ് അതർ ഫാക്ടേഴ്സ് സച്ച് ആസ് കോസ്റ്റ് ഓഫ് ട്രെയിനിങ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ട്രെയിനിങ് കൊടുക്കുന്ന കോസ്റ്റ് ആവാം, കോസ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ്, ഇതിനൊക്കെ വരുന്ന ചെലവുകളാകാം. മനസ്സിലാവണല്ലേ പറയണത്? ഇപ്പൊ നമ്മൾ കറക്റ്റ് ആ സ്യൂട്ട് ആയിട്ടുള്ള കറക്റ്റ് ജോലിക്ക് കറക്റ്റ് ആളെ അല്ല അവിടെ നമ്മൾ നിയമിച്ചിട്ടെങ്കിൽ അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് ചെയ്തെങ്കിൽ ആ കമ്പനിക്ക് നഷ്ടം വരാം. അത് പൈസയായിട്ട് നഷ്ടം വരാം, അല്ലെങ്കിൽ ടൈം അല്ലേ? ഇപ്പൊ നമ്മൾ ശരിക്കും അറിയാവുന്ന ആള് 2 മണിക്കൂർ ചെയ്യേണ്ട ജോലിയാണെങ്കിൽ ചിലപ്പോ അയാൾ 10 മണിക്കൂർ എടുക്കുമായിരിക്കും ചിലപ്പോ അത് ചെയ്യാനായിട്ട്. അപ്പൊ അയാൾക്ക് കൊടുക്കുന്ന സാലറി അങ്ങനെ കമ്പനിക്ക് നഷ്ടം വരാം. ആ എടുക്കുന്ന 2 മണിക്കൂർ കൊണ്ട് എടുക്കുന്ന ജോലി 10 മണിക്കൂറാണെങ്കിൽ ടൈം കമ്പനിക്ക് നഷ്ടം വരാം. പിന്നെ അതുപോലെ ഇനി അവരെ നമ്മൾ വല്ല ട്രെയിനിങ് കാര്യങ്ങൾ കൊടുത്ത് അവരെ കുറച്ചുകൂടി ബെറ്റർ ആക്കാനേ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് പൈസ കമ്പനിക്ക് നഷ്ടം വരാം. കോസ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ്, ആ പ്രവർത്തന ചെലവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമ്പനിക്ക് നഷ്ടം വരാം. With the passage of the time, employees may lose interest in this. അപ്പൊ അങ്ങനെ കാലക്രമേണ അപ്പൊ അങ്ങനെ കുറച്ചു നാള് ഇപ്പൊ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു ജോലിയിലാണ് ഞാനിരുന്നേ. കുറച്ചു നാള് കഴിയുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ലോസ് ഇൻട്രസ്റ്റ് ഇൻ ദ ജോബ് ആൻഡ് ഈവൻ റിസൈൻ. എനിക്ക് ആ ജോലിയിലുള്ള താല്പര്യം നഷ്ടപ്പെടും. ഞാൻ റിസൈൻ ചെയ്യാനും അതിലേക്ക് കാരണമാകും. ആസ് എ റിസൾട്ട് ഓഫ് ഡിസാറ്റിസ്ഫാക്ഷൻ, അസംതൃപ്തി കാരണം. നമുക്ക് പറ്റും അങ്ങനെ?
നമുക്ക് ഒട്ടും ആപ്റ്റല്ലാത്ത ജോലിയിൽ നമുക്ക് എത്ര നാൾ നിൽക്കാൻ പറ്റും? നമുക്ക് പറ്റില്ല എങ്കിൽ കാലക്രമേണ നമുക്ക് ആ ജോലിയിൽ താല്പര്യം നഷ്ടപ്പെടുകയും അത് നമ്മൾ അങ്ങനെ അവിടുന്ന് റിസൈൻ ചെയ്ത് എനിക്ക് പറ്റില്ല എന്നുള്ള ലെറ്റർ എഴുതി കൊടുത്ത് നമ്മൾ അവിടുന്ന് പോകാനും സാധ്യതയുണ്ട്. ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ഫ്രസ്ട്രേറ്റഡ് എംപ്ലോയീസ് മേ പാസ് some negative and mispresented news pertaining to the organization. Frustrated എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ നിരാശനായ, ഫ്രസ്ട്രേറ്റഡ് നിരാശനായ, അങ്ങനെ അപ്പൊ ഡിസാറ്റിസ്ഫാക്ഷൻ ആവുമല്ലോ, നമുക്ക് അസംതൃപ്തി ആവും അല്ലെ? അങ്ങനെ ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എംപ്ലോയി, ഈ ഫ്രസ്ട്രേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ നിരാശനായിട്ടുള്ള എംപ്ലോയി എന്ത് ചെയ്യും? ആ കമ്പനിനെ കുറിച്ച് നെഗറ്റീവായിട്ടുള്ള കമ്പനിക്ക് ഒരു ദോഷം വരുന്ന രീതിയിൽ മിസ് റെപ്രസെന്റഡ് ന്യൂസ് അല്ലെ, നമുക്ക് തെറ്റായ വാർത്തകൾ, കമ്പനിയെ സംബന്ധിക്കുന്ന തെറ്റായ വാർത്തകളൊക്കെ അവര് സ്പ്രെഡ് ചെയ്യിക്കാം, അല്ലെങ്കിൽ അവര് പറയാം. നമ്മൾ പോകുന്നല്ലോ, അവിടുത്തെ ജോലി ചെയ്ത് പോകുന്നല്ലോ, എനിക്ക് അപ്പൊ നമ്മള് കമ്പനിയെ കുറിച്ച് കുറ്റം പറയാം. കണ്ടോ? മനസ്സിലായോ? അത് നെഗറ്റീവായിട്ടുള്ള മിസ് റെപ്രസെന്റഡ്, കമ്പനിയുടെ തെറ്റായിട്ടുള്ള കാര്യങ്ങള്, തെറ്റായി ചിത്രീകരിക്കുന്ന വാർത്തകള്, കമ്പനിനെ തെറ്റായി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ അയാള് എന്താണ് അങ്ങനെ ഉണ്ടാക്കാം. Then it may result in an enormous loss in the long run. അപ്പൊ അത് കമ്പനിക്ക് എന്താ? അതിന്റെ ദീർഘകാല അടിസ്ഥാനത്തിൽ കമ്പനിക്ക് വലിയ നഷ്ടത്തിലേക്ക് ഇടവരാം. Hence, continuous observation of the fit between the candidate's ability and the job requirement is necessary for an effective selection process. Underline ചെയ്തിട്ടേ. അതുകൊണ്ട് എന്ത് വേണം? നമ്മൾ എന്ത് വേണം? എങ്ങനെയായിരിക്കണം? ഫിറ്റ് ആയിട്ടിരിക്കണം. ആ കറക്റ്റ് ജോലിക്ക് ആ ഒരു കാൻഡിഡേറ്റ്സ് കറക്റ്റ് ഫിറ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാതെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു സെലക്ഷൻ പ്രൊസീജിയറിന്റെ ഒരു എഫക്റ്റീവ്നെസ്, അതിന്റെ ഒരു ഫലപ്രാപ്തി, നമ്മളത് ഒരു നല്ല രീതിയിൽ ഒരു സെലക്ഷൻ പ്രോസസ്സ് എന്ത് വേണം? ആ കാൻഡിഡേറ്റ്സിന്റെ എബിലിറ്റി, ജോബ് റിക്വയർമെന്റ്സ് അതുമായിട്ട് കറക്റ്റ് ഫിറ്റ് ആവേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ക്ലിയർ ആയോ ആ പാരഗ്രാഫ്? പെട്ടെന്ന് വായിച്ചേ. ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാൻ, ആപ്ലിക്കൻസിന്റെ കഴിവുകളെ വെരിഫൈ ചെയ്യാനായിട്ട്, കാൻഡിഡേറ്റ്സിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ പരിശോധിക്കാൻ, അടുത്തത് സേവ് കോസ്റ്റ് ലാഭിക്കാൻ, then place the right candidates at the right job. ശരിയായ കാൻഡിഡേറ്റ്സിന്റെ ശരിയായ ജോലിക്ക് ശരിയായ കാൻഡിഡേറ്റ്സിനെ പ്ലേസ് ചെയ്യാൻ, പ്ലേസ്മെന്റ് നടത്താൻ, ഇതിനൊക്കെ സെലക്ഷൻ വേണം. ഇതൊക്കെയാണ് സെലക്ഷന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ എന്ന് നോക്കി 5 പോയിന്റ്സും ഒബ്ജക്റ്റീവ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്, പിന്നെ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ ഒന്ന് നോക്കി വെക്കാം കേട്ടോ, ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി ഒന്ന് വായിച്ച പോരെ? ഇന്ന് തന്നെ വായിച്ചു വെക്കണം കേട്ടോ. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടാവണം എപ്പോഴും. ഇത് തന്നെ വായിച്ചു വെക്കാം. ഇനി എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സെലക്ഷൻ? ഒരു സെലക്ഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഘടകങ്ങൾ എന്തൊക്കെയാണ്? സെലക്ഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 2 തരത്തിൽ പറയുന്നുണ്ട്. ഇന്റേണൽ എൻവയോൺമെന്റ് ഫാക്ടേഴ്സും ഉണ്ട്, എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഫാക്ടേഴ്സും ഉണ്ട്. ഒരു സെലക്ഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഇന്റേണൽ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ്, എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ്. Internal and external environment factors affecting selection are as follows. Internal environment factors internal environment factors which affect the selection procedure includes the selection procedure may affect ചെയ്യുന്ന internal environment factors എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒന്നാമത്തെയാണ് സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ആ ഒരു സ്ഥാപനത്തിന്റെ വലിപ്പം അത് സെലക്ഷനെ ബാധിക്കുന്ന കാര്യമാണ്. ആ സ്ഥാപനത്തിന്റെ സൈസ്. സെലക്ഷൻ പ്രോസസ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ. അണ്ടർലൈൻ ചെയ്തിട്ട്, ഓർഗനൈസേഷന്റെ സൈസ്, ആ ഒരു വലിപ്പം സെലക്ഷൻ പ്രോസസ്സിനെ അഫക്ട് ചെയ്യും.
Okay. Selection process is influenced by the size of the organization. For example, small organization use a more informal selection process. Underline ചെയ്തോട്ടോ. ചെറിയ സ്ഥാപനങ്ങളാണെങ്കിലോ എങ്ങനെയാ കൂടുതൽ അനൗപചാരികമായിട്ടുള്ള സെലക്ഷൻ പ്രോസസ് ആയിരിക്കും. അധികം ഫോർമൽ ആയിട്ടുള്ളതൊന്നുമല്ല, ഇൻഫോർമൽ ആയിട്ടുള്ളത്, കുറച്ചുകൂടി ലിബറൽ ആയിരിക്കുന്ന പറഞ്ഞേ. ഇൻഫോർമൽ സെലക്ഷൻ പ്രോസസ്സ്, അനൗപചാരികമായിട്ടുള്ള ഒരു സെലക്ഷൻ പ്രോസസ് ആണ് ചെറിയ ഓർഗനൈസേഷൻസ് നിർവഹിക്കുന്നത്. ആൻഡ് ഇൻ കമ്പാരിസൺ ടു ദ ബിഗ് ഓർഗനൈസേഷൻ, ഏതിനേക്കാളും വലിയ സ്ഥാപനങ്ങളെക്കാളും ചെറിയ സ്ഥാപനങ്ങളാണെങ്കിലേ അത്രയും ടൈറ്റ് ആയിരിക്കില്ല എന്ന്. ഇൻഫോർമൽ സെലക്ഷൻ പ്രോസസ് ആയിരിക്കും. ചെറിയ സ്ഥാപനമല്ലേ, അപ്പൊ അതുകൊണ്ട് സെലക്ഷൻ പ്രോസസ്സ് ഇൻഫോർമൽ, അനൗപചാരികമായിട്ടുള്ള സെലക്ഷൻ പ്രോസസ് ആയിരിക്കും. കുറച്ചുകൂടി ലിബറൽ ആയിരിക്കും. വലിയ ടൈറ്റ് ആയിട്ടുള്ള അല്ലെ അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഏതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, കമ്പയർ ടു ബിഗ് ഓർഗനൈസേഷൻ, വലിയ സ്ഥാപനത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അതിനനുസരിച്ചുള്ള സെലക്ഷൻ പ്രോസസ് കുറച്ചുകൂടി ഫോർമൽ ആയിരിക്കും, ഔപചാരികമായിട്ടുള്ളതായിരിക്കും അവിടെ. Which generally rely upon the formal and the selection, systematic selection process. അതെങ്ങനെയാ ബിഗ് ഓർഗനൈസേഷനിൽ എങ്ങനെയാ depending upon the formal and the systematic selection process. Underline ചെയ്തോട്ടോ. സ്മോൾ ഓർഗനൈസേഷനില് ഇൻഫോർമൽ സെലക്ഷൻ പ്രോസസ്, then ബിഗ് ഓർഗനൈസേഷനിൽ എങ്ങനെയാ ഫോർമൽ ആൻഡ് സിസ്റ്റമാറ്റിക് സെലക്ഷൻ പ്രോസസ്. മനസ്സിലായില്ലേ? അടുത്ത നോക്കിയേ, ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന്റെ ടൈപ്പ്, ഏത് ടൈപ്പ് ഓർഗനൈസേഷൻ ആണുള്ളത്, ആ ഒരു സ്ഥാപനത്തിന്റെ തരം. ഓർഗനൈസേഷൻ have been a complicated structure significantly require a refined working structure. Most organizations split their organization structure into 3 basic types. ഒന്ന് underline ചെയ്തോട്ടെ. അത് ഓർഗനൈസേഷൻ that have a complicated structure, complicated എന്ന് പറഞ്ഞാൽ സങ്കീർണ ഘടനയുള്ള, കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചർ, സങ്കീർണ ഘടനയുള്ള സ്ഥാപനങ്ങള് എങ്ങനെയാ, അവിടെ ഒരു നന്നായി രൂപപ്പെടുത്തിയ ഒരു വർക്കിംഗ് സ്ട്രക്ചർ ആവശ്യമാണ്. ഒരു നല്ലൊരു വർക്കിംഗ് സ്ട്രക്ചർ ആവശ്യമാണ്. കോംപ്ലിക്കേറ്റഡ് ഓർഗനൈസേഷൻ കുറച്ചുകൂടി നല്ല ആ ഒരു ഓർഗനൈസേഷന്റെ ടൈപ്പ് പറയുന്നത് കുറച്ചും കൂടി വലിയ ഇതൊക്കെയാണ്, വലിയ കാര്യങ്ങളാണ്, അത് വലിയ ഇതാണ്, കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചർ. അങ്ങനെയുള്ള ഓർഗനൈസേഷൻ എന്താണ്, സിഗ്നിഫിക്കന്റ്ലി റിക്വയർ എ റിഫൈൻഡ് വർക്കിംഗ് സ്ട്രക്ചർ. ഒരു റിഫൈൻ ചെയ്ത എന്ന് വെച്ചാൽ എന്താ, ഒരു നന്നായി രൂപപ്പെടുത്തിയ ഒരു വർക്കിംഗ് സ്ട്രക്ചർ ആവശ്യം. മോസ്റ്റ് ഓർഗനൈസേഷൻസ് സ്പ്ലിറ്റ് their organization structure into എത്ര ടൈപ്പ് ആയിട്ടാ, മിക്ക ഓർഗനൈസേഷനും അവരുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ 3 തരത്തില് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെയാണ് ലൈൻ സ്ട്രക്ചർ. അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ? ലൈൻ സ്ട്രക്ചർ. One type is line structure, where specific duties are set to be performed from top to bottom. അതെങ്ങനെയാ ഡ്യൂട്ടി എങ്ങനെയാ അസൈൻ ചെയ്തേക്കുന്നത്, ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക്. അങ്ങനെയാണ്, ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് ആ നിർദ്ദിഷ്ട ഘടകങ്ങൾ നിർവഹിക്കാൻ സജ്ജീകരിച്ചേക്കുന്നതാണ്. ഓരോ ടോപ്പ്, ഏറ്റവും ടോപ്പ് മാനേജ്മെന്റ്, അതിന് താഴെ അങ്ങനെ വന്ന് ഏറ്റവും ലോവർ ആയിട്ടുള്ള എംപ്ലോയി വരെ, അങ്ങനെയാണ് ആ ഡ്യൂട്ടീസ് അവിടെ അസൈൻ ചെയ്തിരിക്കുന്നത്. ഏതില്, ലൈൻ സ്ട്രക്ചർ, ഒരു ലൈനായിട്ട് എങ്ങനെ ടോപ്പ് ടു ബോട്ടം. ക്ലിയർ ആയോ? രണ്ടാമത്തെയാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് സ്ട്രക്ചർ. രണ്ടാമത്തേതാണ് other type, line and staff structure. Underline ചെയ്തിട്ടുണ്ടോ? Duties are defined by the line, staff and line. Staff line അവർക്ക് വേണ്ടിയിട്ടാണ് ആ ഡ്യൂട്ടീസ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. with the staff department supporting the line managers. അവിടെ രണ്ടുപേരും ഡ്യൂട്ടീസ് അസൈൻ ചെയ്തിട്ടുണ്ട്. ലൈൻ ആൻഡ് സ്റ്റാഫ് സ്ട്രക്ചർ ആണ്. സ്റ്റാഫ് ഡിപ്പാർട്ട്മെന്റ് ആരെ, ലൈൻ മാനേജേഴ്സിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അവിടെ ഡ്യൂട്ടീസ് ചെയ്യുന്നത്. Then അടുത്തത് മൂന്നാമത്തെയാണ് ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. 3 അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ? ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഫംഗ്ഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്. ഇതിന് സഹായിക്കുന്നു, ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനത്തെ സഹായിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ വരുന്നത്. With the people specialized in human resources, marketing, engineering and finance. ഇതിലൊക്കെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകള് ആ ഡിപ്പാർട്ട്മെന്റിന് ഹെൽപ്പ് ചെയ്യും.
Then this selection process varies with the type of organization structure. ആ ഓർഗനൈസേഷന്റെ ഘടന മാറുന്നതിനനുസരിച്ച് സെലക്ഷൻ പ്രോസസ്സ് വ്യത്യാസപ്പെട്ടിരിക്കും. അണ്ടർലൈൻ ചെയ്തോട്ടോ. സെലക്ഷൻ പ്രോസസ് വേരീസ് വിത്ത് ദ type of organization structure. ഓർഗനൈസേഷൻ സ്ട്രക്ചർ അതിന് ബേസ് ചെയ്തിട്ട് സെലക്ഷൻ പ്രോസസ്സ് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോ നമ്മൾ പറഞ്ഞത് മിക്ക ഓർഗനൈസേഷനും അവിടെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ 3 രീതിയിൽ തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? ലൈൻ സ്ട്രക്ചർ, ലൈൻ ആൻഡ് സ്റ്റാഫ് സ്ട്രക്ചർ, മൂന്നാമത്തെ ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ലൈൻ സ്ട്രക്ചറിൽ എങ്ങനെയാ? ടോപ്പ് ടു ബോട്ടം അങ്ങനെയാണ് ഡ്യൂട്ടി അസൈൻ ചെയ്തേക്കുന്നത്. ലൈൻ ആൻഡ് സ്റ്റാഫ് സ്ട്രക്ചറിൽ ഡ്യൂട്ടി സ്റ്റാഫ് ലൈൻ സ്റ്റാഫ് ഡിപ്പാർട്ട്മെന്റിനും ലൈൻ മാനേജേഴ്സിനും കൊടുത്തേക്കാണ്. അതായത് സ്റ്റാഫ് ഡിപ്പാർട്ട്മെന്റ് സപ്പോർട്ടിംഗ് ദ ലൈൻ മാനേജേഴ്സ്. Then അടുത്ത ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഫങ്ഷൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനത്തെ സഹായിക്കുന്ന വിത്ത് ആരും കൂടി ഉണ്ടാവും. വിത്ത് പീപ്പിൾ സ്പെഷ്യലൈസ്ഡ് ഇൻ ഹ്യൂമൻ റിസോഴ്സസ്, മാർക്കറ്റിംഗ്, എഞ്ചിനീയറിംഗ് ആൻഡ് ഫിനാൻസ്. സെലക്ഷൻ പ്രോസസ് വേരിയസ് വ്യത്യാസപ്പെടുന്നു എന്തിനനുസരിച്ച്? വിത്ത് ദ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഓക്കെ, ക്ലിയർ അല്ലേ? അത് രണ്ടുണ്ടാവും. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സെലക്ഷൻ ആണ്. അതില് നമ്മള് ഇന്റേണൽ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് ആണ്. ഇന്റേണൽ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് സെലക്ഷൻ അഫക്ട് ചെയ്യുന്ന ഇന്റേണൽ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ്. ഒന്നാമത്തേതാ ഓർഗനൈസേഷന്റെ വലിപ്പം, രണ്ടാമത്തെ ഓർഗനൈസേഷന്റെ തരം. ഏത് ടൈപ്പ് ഓർഗനൈസേഷൻ ആണ്? ക്ലിയർ ആണോ? രണ്ട് കാര്യങ്ങളും. ഇനി അടുത്തത് മൂന്നാമത്തെ നേച്ചർ ഓഫ് സോഷ്യൽ പ്രഷർ. സാമൂഹിക മർദ്ദത്തിന്റെ സ്വഭാവം. സോഷ്യൽ പ്രഷർ, ഒരു സാമൂഹിക ഒരു പ്രഷർ, അതിന്റെ ഒരു നേച്ചർ, സ്വഭാവം. അതായത് നമ്മുടെ സൊസൈറ്റി, ഒരു സമൂഹം അതിന്റെ ഒരു പ്രഷർ കൊടുക്കുന്നുണ്ട്, സ്വാധീനം കൊടുക്കുന്നുണ്ട്. Selection process is influenced by social pressure as well as because the selection of human resources is generally influenced by human resources selection. അതിനെ എന്തിനു സ്വാധീനിക്കുന്നു? ലെജിസ്ലേഷൻ, നിയമനിർമ്മാണം, ലെജിസ്ലേഷൻ, എക്സിക്യൂട്ടീവ് ഓർഡറുകള് ആൻഡ് കോർട്ട് ഡിസിഷൻ, കോടതിയുടെ തീരുമാനങ്ങൾ, ഇതിനെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. ഇത് സെലക്ഷൻ പ്രോസസ്സിനെ ഈ കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഉണ്ടോ? ചിലപ്പോ കോർട്ട് ഡിസിഷൻ, അതിന്റെ ഇന്ന കോർട്ടിന്റെ തീരുമാനം, ഇന്ന ആളെ സെലക്ട് ചെയ്യണം, അങ്ങനെയാണെങ്കിൽ അയാളെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഉണ്ടോ? അതാണ് പറഞ്ഞേക്കുന്നത്. സെലക്ഷൻ പ്രോസസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സോഷ്യൽ പ്രഷർ, ഒരു സാമൂഹിക സമ്മർദ്ദം അത് സ്വാധീനിക്കുന്നുണ്ട് ഈ സെലക്ഷൻ പ്രോസസ്സിനെ. അതായത് ഇൻഫ്ലുവൻസ്ഡ് ബൈ ലെജിസ്ലേഷൻ, എക്സിക്യൂട്ടീവ് ഓർഡർ ആൻഡ് കോർട്ട് ഡിസിഷൻ. every organization has to function within a society. ഓരോ ഓർഗനൈസേഷനും ഒരു സൊസൈറ്റിക്കുള്ളില് അതിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നതാണ്. അണ്ടർ സം സോഷ്യൽ ആൻഡ് ലെജിസ്ലേറ്റീവ് ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ഒരു സോഷ്യൽ ലെജിസ്ലേറ്റീവ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാവും. ആ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ഉള്ളില് നിൽക്കുന്നതാണ് ഓരോ സ്ഥാപനങ്ങളും. അപ്പോ എന്താണ്? ഒരു സെലക്ഷൻ പ്രോസസ്സിലെ ഒരു സോഷ്യൽ പ്രഷർ, ഒരു സമൂഹത്തിന്റെ ഒരു മർദ്ദം, ഒരു പ്രഷർ, ഒരു സ്വാധീനം കൊടുക്കുന്നുണ്ടെന്ന് അത് സെലക്ഷൻ പ്രോസസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. നേച്ചർ ഓഫ് സോഷ്യൽ പ്രഷർ. ഓക്കെ, ക്ലിയർ ആണോ? പറഞ്ഞത് എന്താണ് ഉദ്ദേശിച്ചേക്കുന്നത്? അതായത് ലെജിസ്ലേഷൻ, നിയമനിർമ്മാണം, എക്സിക്യൂട്ടീവ് ഓർഡർ, കോർട്ട് ഡിസിഷൻ, ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ ആ സെലക്ഷൻ പ്രോസസ്സിനെ സ്വാധീനിക്കുന്നുണ്ടെന്ന്. ഓക്കെ, സെലക്ഷൻ പ്രോസസ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സോഷ്യൽ പ്രഷർ. അണ്ടർലൈൻ ചെയ്തോട്ടോ. as well as because the selection of human resource, നമ്മളൊരു എംപ്ലോയിനെ, ഒരു സ്റ്റാഫിനെ ഓർഗനൈസേഷനിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഇവരൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. അതായത് ഒരു സമൂഹത്തിന്റെ ഒരു സമ്മർദ്ദം ഉണ്ടെന്ന്. influenced by legislation, executive order and court decision, ഇതിനെയൊക്കെ സ്വാധീനിക്കും.
സ്വാധീനിക്കുന്നുണ്ട്. ഇതെല്ലാം സ്വാധീനിക്കുന്നുണ്ട്. ഓരോ സ്ഥാപനവും ഒരു സൊസൈറ്റിയുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നതാണ് അണ്ടർ സം സോഷ്യൽ ആൻഡ് ലെജിസ്ലേറ്റീവ് ടേംസ് ആൻഡ് കണ്ടീഷൻസ്. സോഷ്യൽ ലെജിസ്ലേറ്റീവ് ടേംസ് ആൻഡ് കണ്ടീഷൻസിന് ഉള്ളിൽ നിൽക്കുന്നതാണ് ഓരോ ഓർഗനൈസേഷൻ, എവരി ഓർഗനൈസേഷൻ. ഇനി അടുത്തതാണ് കാൻഡിഡേറ്റ്സ് പൂൾ. കാൻഡിഡേറ്റ്സിന്റെ പൂള് എന്ന് പറഞ്ഞ എന്താ? കൂട്ടമാണ് അല്ലെ. സെലക്ഷൻ പ്രോസസ് ഈസ് അഫക്റ്റഡ് ബൈ ദ ലിസ്റ്റ് ഓഫ് ആപ്ലിക്കൻസ്. നമ്മൾ പറഞ്ഞില്ലേ, ഒരു ലിസ്റ്റ് ഓഫ് ആപ്ലിക്കൻസ് സെലക്ഷൻ പ്രോസസ്സിനെ അഫക്റ്റ് ചെയ്യും, സ്വാധീനിക്കും. അണ്ടർലൈൻ ചെയ്തോട്ടോ. സെലക്ഷൻ പ്രോസസ് ഈസ് അഫക്റ്റഡ് ബൈ ദ ലിസ്റ്റ് ഓഫ് ആപ്ലിക്കൻസ്. ഒരു ആപ്ലിക്കൻസിന്റെ ഒരു ലിസ്റ്റ് സെലക്ഷൻ പ്രോസസ്സിനെ സ്വാധീനിക്കും. ഇറ്റ് ക്യാൻ ബി ആൻ എഫക്റ്റീവ് പ്രോസസ് only if the applicant list is large. നമ്മൾ പറഞ്ഞത് തന്നെയാ പറയണേ, ഒരു ആപ്ലിക്കൻസിന്റെ ലിസ്റ്റ് കൂടുതലാണെങ്കിൽ നമ്മൾ ഒരു നല്ലൊരു സെലക്ഷൻ പ്രോസസ് അല്ലെങ്കിൽ നല്ല കാൻഡിഡേറ്റ്സിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് കൺസിസ്റ്റ് ഓഫ് കോമ്പിറ്റന്റ് ആപ്ലിക്കൻസ് ഫോർ എ സ്പെസിഫിക് ജോബ് പൊസിഷൻ. ആ ജോബ് പോസ്റ്റിലേക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ കാൻഡിഡേറ്റ്സിന്റെ പൂൾ, ആ കാൻഡിഡേറ്റ്സ് കൂടുതലാണെങ്കിൽ അല്ലേ. ഇപ്പൊ 100 പേരിൽ നിന്ന് 5 പേരെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഏറ്റവും ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു 5 പേരെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അതാ പറഞ്ഞേക്കുന്നത്. Then the number of applicants selected for a specific position when compared with the total applicants give the selection ratio. Underline ചെയ്തോട്ടോ sentence. The number of applicants selected for the selection position. That is or a specific position. Selected for a specific position. ആ ഒരു പ്രത്യേക പോസ്റ്റിലേക്ക് സെലക്ട് ചെയ്യുന്ന ആപ്ലിക്കൻസിന്റെ എണ്ണം ഏതുമായിട്ട് കമ്പയർഡ് വിത്ത് ടോട്ടൽ ആപ്ലിക്കൻസ്, അതുമായിട്ട് ടോട്ടൽ ആപ്ലിക്കൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സെലക്ഷൻ റേഷ്യോ. സെലക്ഷൻ റേഷ്യോ. സെലക്ഷൻ റേഷ്യോ അണ്ടർലൈൻ ചെയ്തോ. എന്താ സെലക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത്? ദ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് selected for a specific position when compared with the total applicants gives the selection ratio. Underline ചെയ്തോ. ഒന്നാമത്തെ സെന്റൻസും അണ്ടർലൈൻ ചെയ്യണം, ആ ലാസ്റ്റ് സെന്റൻസും അതിൽ അണ്ടർലൈൻ ചെയ്തിടുക. ഓക്കെ, ലാസ്റ്റ് ഒരു പോയിന്റ് കൂടി ഉള്ളൂ, സ്പീഡ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. അടുത്തത് എന്താ? അതിനകത്ത് ഇന്റേണൽ ആണ് കേട്ടോ. ഇന്റേണൽ എൻവയോൺമെന്റ് ഫാക്ടേഴ്സിൽ വരുന്ന ലാസ്റ്റ് പോയിന്റ് ആണ് സ്പീഡ്. സ്പീഡ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ആ ഡിസിഷൻ എടുക്കുന്ന ഡിസിഷൻ, അതായത് ഇപ്പോൾ നമ്മൾ അവരെ ഹയർ ചെയ്തു എന്നുള്ള ഒരു സെലക്ട് ചെയ്തു എന്നുള്ള ഒരു തീരുമാനം എടുക്കുന്ന സ്പീഡ്. Selection process is affected by the time provided for making the selection decision. Selection decision എടുക്കുന്നതിന് നൽകിയിരിക്കുന്ന സമയം അതിനെ ഒരു സ്വാധീനിക്കുന്നുണ്ട്. സെലക്ഷൻ പ്രോസസ്സിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അണ്ടർലൈൻ ചെയ്തോട്ടോ. ഓർഗനൈസേഷൻ ക്യാൻ അവോയ്ഡ് ലീഗൽ പ്രോബ്ലംസ്. ലീഗൽ പ്രോബ്ലംസ് ഓർഗനൈസേഷൻ അവോയ്ഡ് ചെയ്യാം ബൈ സ്ട്രിക്ട്ലി ഫോളോയിങ് ദ സെലക്ഷൻ പോളിസി ആൻഡ് പ്രൊസീജിയർ. കറക്റ്റ് അല്ലേ? എന്താ ആ കറക്റ്റ് ആയിട്ടുള്ള സെലക്ഷൻ പോളിസികള്, പ്രൊസീജിയർ, സെലക്ഷന്റെ നടപടിക്രമങ്ങള്, അതിന്റെ നിയമങ്ങള്, പോളിസി, ഇതൊക്കെ കറക്റ്റ് ആയിട്ട് പാലിക്കുകയാണെങ്കിൽ, ഓർഗനൈസേഷൻ പാലിച്ചുകൊണ്ടാണ് സെലക്ഷൻ പ്രോസസ്സ് നടത്തുന്നതെങ്കിൽ നമുക്ക് കുറെ ലീഗൽ പ്രശ്നങ്ങളെ, ലീഗൽ പ്രോബ്ലത്തിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഓർഗനൈസേഷൻ ക്യാൻ അവോയ്ഡ് ലീഗൽ പ്രോബ്ലംസ്. എങ്ങനെ നമുക്ക് നിയമപരമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും? അത് നമുക്ക് തോന്നിയ രീതിയിൽ നമ്മൾ സെലക്ഷൻ പ്രൊസീജിയർ നടത്താൻ പറ്റില്ല. കറക്റ്റ് പോളിസി പ്രൊസീജിയർ അനുസരിച്ച് സെലക്ഷൻ പ്രോസസ്സ് അത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ, കറക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അങ്ങനെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തുകൊണ്ട് സെലക്ഷൻ പ്രോസസ്സ് നടത്തുകയാണെങ്കിൽ നമുക്ക് പല പ്രശ്നങ്ങളെയും, ലീഗൽ ആയിട്ടുള്ള നിയമപരമായിട്ടുള്ള പല പ്രശ്നങ്ങളെയും ആ സ്ഥാപനത്തിന് അവോയ്ഡ് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. ക്ലിയർ ആയില്ലേ? സ്പീഡ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. അതായത് സെലക്ഷൻ പ്രോസസ്സിനെ, ആ സെലക്ഷൻ ഡിസിഷൻ എടുക്കുന്നതിന് നൽകിയിരിക്കുന്ന ആ സമയം ബാധിക്കുന്നു. അതാണ് സെലക്ഷൻ പ്രോസസ് ഈസ് അഫക്റ്റഡ് ബൈ ദ ടൈം എന്തിനാണ് പ്രൊവൈഡഡ് ഫോർ മേക്കിംഗ് ദ സെലക്ഷൻ ഡിസിഷൻ. സെലക്ഷൻ ഡിസിഷൻ എടുക്കുന്നതിന് നൽകിയിരിക്കുന്ന ആ ടൈം അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആ രണ്ട് സെന്റൻസും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്.
അപ്പൊ അത്രയാണ് നമുക്ക് ഇന്റേണലിൽ വരുന്നത് കേട്ടോ. ഇന്റേണൽ എൻവയോൺമെന്റ് ഫാക്ടേഴ്സിൽ വരുന്നത് ഏതൊക്കെയായിരുന്നു? സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ, രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ദ ഓർഗനൈസേഷൻ, പിന്നെ നേച്ചർ ഓഫ് സോഷ്യൽ പ്രഷർ, ഒരു സമൂഹ സമ്മർദ്ദത്തിന്റെ സ്വഭാവം, അടുത്തത് കാൻഡിഡേറ്റ്സ് പൂള്, പിന്നെ അടുത്തതാണ് സ്പീഡ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ക്ലിയർ ആണല്ലോ അല്ലെ? ഇത്രയും കാര്യങ്ങള് ഓക്കെ ആണോ? ഇത്രയും ഇന്ന് തന്നെ വായിച്ചു വെക്കണം കേട്ടോ. എന്ന് വെച്ചാൽ വലിയൊരു ചാപ്റ്റർ ആണ്. നമ്മള് 2 പേജിന്റെ അടുത്ത് ഒരു ദിവസം നോക്കണം നമുക്ക്. എന്നാലാണ് നിങ്ങൾക്ക് പറഞ്ഞ സമയത്തിന് നമുക്ക് ആ ചാപ്റ്റർ നിങ്ങൾക്ക് തീർക്കാൻ പറ്റുള്ളൂ. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് മുമ്പായിട്ട് നമുക്ക് റിവിഷൻ തരാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് നമുക്ക് പറഞ്ഞേക്കുന്ന അനുസരിച്ച് 2-2.5 പേജ് മാക്സിമം അത്രയൊക്കെ നമ്മൾ ഒന്ന് എടുക്കണം എന്നാണ്. എന്നാലാണ് നമുക്ക് ഇത്രയും ആ ഒരു നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ആ ടൈമിന്റെ ഉള്ളിൽ നമുക്ക് പോർഷൻസ് തീർക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എടുക്കുന്ന കാര്യങ്ങൾ അന്ന് തന്നെ വായിച്ചു വെക്കണം. ഓക്കെ, 3 പേജിന്റെ അടുത്ത് നമ്മൾ എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് തന്നിരിക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ. എങ്കിലാണ് നമുക്ക് നിങ്ങൾക്ക് പറഞ്ഞ സമയത്ത് ആ പോർഷൻസ് തീർക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാവരും വായിച്ചു വെക്കാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി നോക്കാം കേട്ടോ. എക്സ്റ്റേണൽ നോക്കാം. ഇന്റേണൽ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് ആണ് അഫക്റ്റിംഗ് ദ സെലക്ഷൻ അഫക്ട് ചെയ്യുന്ന ഇന്റേണൽ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ്. ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നൊക്കെ ചോദിക്കാം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ.